ജ്യോതിഷം പ്രഹസനമോ സത്യമോ? ശ്രീനിവാസ പൈ സാർ, നമസ്കാരം. നമസ്കാരം. അബാക് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ ജ്യോതിഷം ശരിക്കും ഒരു ശാസ്ത്രമാണ് എന്നുള്ളതാണ് വിശ്വാസം. കേരളത്തിൽ ജ്യോതിശാസ്ത്രത്തിനും തന്ത്രശാസ്ത്രത്തിനും ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മളെല്ലാം ഈശ്വര വിശ്വാസികളാണ്, നമ്മളെല്ലാം ഈ ജ്യോതിഷം നോക്കുന്നവരുമാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ജ്യോതിഷം എന്താ പറയുക, താളം തെറ്റിപ്പോകുന്നു. അത് ദൈവജ്ഞൻ്റെ കഴിവുകേടാണോ ശാസ്ത്രത്തിൻ്റെ കഴിവുകേടാണോ, അവസാനം ജാതകൻ കുറ്റം പറഞ്ഞു പോകുന്ന ഒരു തരത്തിലേക്ക് വരുന്നു. ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്, അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ജ്യോതിഷം ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രമാണ്. പക്ഷേ ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞാൻ ജ്യോതിഷം ആധികാരികമായിട്ട് പറയാനായി എന്ന് പറയുന്നില്ല. കാര്യം എൻ്റെ ഗുരു ബ്രഹ്മശ്രീകൃഷ്ണൻ പ്രാന്തിരി തിരുമേനി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതെപ്പോഴും പഠിച്ചു കഴിഞ്ഞു എന്നൊരിക്കലും വിചാരിക്കരുത്. കാര്യം ആദി ശങ്കരാചാര്യർ പോലും സർവജ്ഞപീഠം കയറുമ്പോൾ ജ്യോതിഷം എന്ന് പറയുന്ന സബ്ജക്റ്റ് മാറ്റി വെച്ചിട്ടാണ് കയറിയെന്ന് പറയുന്നത്. കാര്യം ജ്യോതിഷത്തിൽ ഓരോ സമയത്തും അപ്ഡേഷൻസ് വരുന്നുണ്ട്. പ്രവചനങ്ങളിൽ അപ്ഡേഷൻ വരും, കാൽക്കുലേഷൻ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ആ അനുഭവത്തിൽ രണ്ട് കാര്യങ്ങൾ പറയണം. ഒന്ന്, കേരളത്തിലെ ഇപ്പോൾ പ്രശസ്തരായ ഒരു കുടുംബം, സിനിമാ കുടുംബം, അവർ മദ്രാസിലാണ് താമസിക്കുന്നത്, അവരുടെ മക്കൾ പ്രശസ്തരാണ്, എല്ലാമാണ്. ഇവർ തമ്മിൽ ഇഷ്ടപ്പെട്ടിരുന്നപ്പോൾ ആ നായകനെക്കാളും, ഇത് 86-87 അപ്പോൾ എനിക്ക് ഈ ഗുരു ജ്യോതിഷം വിളിച്ച് ശിഷ്യത്വം തരുന്ന 86 വിജയദശമി ദിവസമാണ്. അപ്പോൾ അവരുടെ കാര്യത്തിൽ നാനയോ മറ്റോ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, അതിനകത്തൊരു ജ്യോതിഷ പ്രവചനം വന്ന് തിരുവനന്തപുരത്തെ പ്രശസ്തനായ ജ്യോതിഷം പറഞ്ഞ് ഇവർ തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് വിവാഹമോചനത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് അന്ന് ഈ ജ്യോതിഷം ഗണിക്കാൻ പഠിക്കുക. അപ്പോൾ ജ്യോതിഷം അന്നൊന്നും ഈ സോഫ്റ്റ്വെയർ അല്ല, ഇപ്പോൾ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ജ്യോതിഷം ഗണിക്കുമ്പോൾ അദ്ദേഹം പറയും, കാര്യം ഇവരാദ്യം ജനിച്ച സ്ഥലം അന്ന് കിട്ടുന്നത് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, ഈ 3 സ്ഥലത്തെ ഉദയം ആസ്പദമാക്കിയിട്ട് വേണം നമ്മൾ ഗണിക്കാനായത്. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ജനിച്ച ഒരാൾ കോഴിക്കോട് ചെന്നിട്ട് ജാതകം എഴുതുകയാണെങ്കിൽ കോഴിക്കോടുള്ള ജ്യോതിഷൻ ആശ്രയിക്കുന്നത് കോഴിക്കോട്ടെ ഉദയമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ മിനിറ്റുകളുടെ വ്യത്യാസം വരും, അത് ഫലപ്രവചനത്തിൽ അത് ബാധിക്കും. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. ഞാൻ പഠിച്ചു വന്നപ്പോൾ മനസ്സിലായത് അതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആദ്യം കാര്യം അതാണ്. കാര്യം അക്ഷാംശം രേഖാംശം അടിസ്ഥാനമാക്കിയാണ് ജ്യോതിഷത്തിൻ്റെ പ്രവചനം വരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ വിവാഹം കഴിക്കലാന്ന് പറഞ്ഞാൽ, അപ്പോൾ ഗുരു എന്നെ പഠിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞു, അന്ന് നമ്മുടെ പ്രായം ഞാനയൊക്കെ വായിക്കണത് 17 വയസ്സ്, ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉടനെ എന്നാൽ നീ നോക്കടാന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര യോജിപ്പാണ്. എന്നാൽ ആ നടി സീനിയറാണ്, ഇദ്ദേഹത്തെക്കാളും പ്രായം കൊണ്ടല്ല, സിനിമാ മേഖലയിൽ സീനിയറാണ്. അപ്പോൾ പക്ഷേ ഇവർ തമ്മിൽ ഇത് ചെയ്തു, ഇവർ സുഖമായിട്ട് വിവാഹം ചെയ്ത ഇവരുടെ മക്കൾ വരെയും വിവാഹിതരായി. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ ഇതിലേക്ക് നാനയിലേക്ക് ഞങ്ങൾ ലെറ്റർ എഴുതി, തിരുമേനിയുടെ പേരിൽ തന്നെ ലെറ്റർ എഴുതി, ഇങ്ങനെയൊന്നുമല്ല ഇവർ വിവാഹിതരാകും, ഇവർ പൂർണ്ണ ഇതായിട്ട് ഇവർ സുഖകരമായിട്ട് താമസിക്കുമെന്ന് പറഞ്ഞ് റിപ്ലൈ എഴുതി. പക്ഷേ അതൊന്നും അവരുടെ പ്രേക്ഷകരുടെ ഇതിലൊന്നും വന്നില്ല. അപ്പോൾ ഈ ഒരു ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. എൻ്റെ ഗുരു പറഞ്ഞ ആ ഒരു പ്രഡിക്ഷൻ പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല, പക്ഷേ സത്യം അതായിരുന്നു. അപ്പോൾ മറ്റേത് പ്രശസ്തനായ ജ്യോതിഷനായിരുന്നു, അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, പ്രശസ്തനായ ജ്യോതിഷനാണ്. ഇവിടെ ജ്യോതിഷത്തിന് തെറ്റിയിട്ടില്ല, മനസ്സിലായ, ജ്യോതിഷത്തിന് തെറ്റിയിട്ടില്ല. അതേസമയം ഫലപ്രവചനത്തിൽ തെറ്റി. ഇതിൽ ഫലപ്രവചനത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും നമ്മുടെ ഉപാസന അതിനെ ഇത് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഞാനാണ് പ്രെഡിക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാണ്ടിരിക്കുക, അത് ഗുരു പറയുന്നതാണ്. ഉപാസനയിലിരിക്കുക. ആ സമയത്ത് ദൈവം പല രീതിയിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അദ്ദേഹം ഗൗളീശാസ്ത്രം അതൊക്കെ ഉപയോഗിച്ചിരുന്ന ആളാണ്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് എനിക്ക് തോന്നുന്നു രാജലക്ഷ്മി മേഡവും ഇത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് വേണം നമ്മൾ പ്രെഡിക്ഷനിലേക്ക് പോകാനായിട്ട്. കാര്യം ജ്യോതിഷം ഇപ്പോൾ അങ്ങും കൈകാര്യം ചെയ്യുന്നതുകൊണ്ടറിയാം, ഒരു രാശിയിൽ ലഗ്നത്തിൽ ആദിത്യം നിൽക്കുന്ന ഒരിത് പറഞ്ഞാൽ അതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഫലങ്ങൾ വരും. ഇത് പക്ഷേ ഈ ആൾക്ക് ഏതായിരിക്കും ആപ്ലിക്കബിൾ എന്ന് നോക്കിയിട്ട് വേണം പറയാനായിട്ട്. ഇത് പറയുമ്പോൾ നമ്മൾ ജാതകം എഴുതുമ്പോൾ, പണ്ട് ജാതകം എഴുതുമ്പോൾ കലിദിന എഴുതും, 1, 8, 7 എന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് പിന്നെ എഴുതണം, ഇപ്പോൾ എഴുതുകയാണെങ്കിൽ മീനശനി, മിഥുന വ്യാഴം, കൊല്ലവർഷം എന്ന് പറഞ്ഞാണ് ജാതകം എഴുതി തുടങ്ങുന്നത്. ഈ ജാതകം എഴുതി തുടങ്ങിയ എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ പറയും ഇയാൾക്ക് കേസരി യോഗമുണ്ട്, നിപുണ യോഗമുണ്ട്, എന്തെങ്കിലുമൊക്കെ യോഗങ്ങളുണ്ട്. ഈ പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ അന്ന് ആചാരപരമായിട്ടൊരു കുട്ടി ജനിച്ചാൽ, അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, 28ാമത്തെ ദിവസം
നൂലുകെട്ടെന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങ്. അതെ. അതിന് കുടുംബത്തിലൊരു ജ്യോതിഷനെ വിളിച്ചു വരുത്തും. ഇപ്പം എൻ്റെ ജാതകം എഴുതിയത് കൊച്ചുകിട്ട കണിയാർ എന്ന് പറഞ്ഞ ആളാണ്. പാരമ്പര്യമായിട്ട് ഇത് ചെയ്യുന്ന ഇപ്പോഴും ഉണ്ട്. 1968 ജൂലൈ 20 ജനിച്ച ആളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം എഴുതിയ ജാതകം അപ്പോൾ നോക്കും ഭയങ്കര പോസിറ്റീവായ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ദശാകാലം എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇന്നതൊക്കെ പ്രതിവിധികൾ ചെയ്യണമെന്ന് അതിലെഴുതും. മനസ്സിലായി? ഇത് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ ഗൗഡസാരസ്വത ബ്രാഹ്മണ സമുദായത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ സമൂഹത്തിനെ സംബന്ധിച്ചൊരു സുപ്രധാന തീരുമാനം എടുക്കപ്പെടുന്നു. ഈ സുപ്രധാന തീരുമാനം എടുക്കപ്പെടുമ്പോൾ അവിടെ ജാതകം ഒരു വിഷയമാകുന്നു. അപ്പോൾ ഈ സമയത്ത് അന്ന് ഞാൻ ആരെ പരിചയപ്പെട്ടാലും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ നോക്കിയിട്ട് ജാതകം ഗണിക്കാൻ പഠിക്കുകയായിരുന്നു എൻ്റെ ഒരു താല്പര്യം. കാര്യം അന്നൊന്നും ഈ സോഫ്റ്റ്വെയർ അവൈലബിൾ അല്ല, 86-87. അപ്പോൾ ആ സമയത്ത് ഒരു ജാതകം സെലക്ട് ചെയ്യപ്പെടുന്നു സമുദായത്തിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കാനായിട്ട്. ഈ സമയത്ത് ഇതിൻ്റെ കറക്റ്റ് ഒരു മാഗസിനിൽ അതിനെ അടിസ്ഥാനമാക്കിയിട്ടൊരു സിനിമ വന്നിട്ടുണ്ട്, ജയരാജ് സാറിൻ്റെ. സിനിമയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങ് സംഭവം എന്താണെന്ന് ഇപ്പോൾ അങ്ങേക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥം ആരോ ജാതകം കണക്ക് കൂട്ടുന്നു, ഇത് ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സംഭവത്തിൽ ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊന്നും കിട്ടാനുള്ള വഴിയില്ല അന്നത്തേക്ക്. പക്ഷേ ഒരു മാഗസിനിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ഇൻ്റർവ്യൂ വരുന്നു. ഇൻ്റർവ്യൂ വരുമ്പോൾ അദ്ദേഹം ജനിച്ച ഇന്ന സമയത്ത് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് കിട്ടുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ജാതകം ഗണിക്കുകയാണ്. ജാതകം ഗണിച്ച് നോക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം ഏത് സ്ഥാനത്താണോ ഇരിക്കുന്നത് ആ സ്ഥാനത്തിരിക്കാനുള്ള യോഗമില്ല. മനസ്സിലായി? യോഗമില്ല. ഞാനിത് ഇത് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, ആരാണ് ഈ ജാതകം നോക്കിയത്? ഇതിൽ യോഗമില്ല. അപ്പം ഞാനിതിൽ ബന്ധപ്പെട്ടത് എൻ്റെ അച്ഛൻ്റെ അമ്മാവനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണവാദ്യാർ എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ ഞങ്ങളുടെ പാചകം ചെയ്യുന്ന ആളാണ്. ഞങ്ങളുടെ അമ്പലങ്ങളിൽ പാചകം ചെയ്യാനായിട്ട് പ്രത്യേക പ്രാവീണ്യമുള്ളവരുണ്ട്. കാര്യം ശുദ്ധമായിട്ട് വേണം ചെയ്യാൻ, ഉപ്പ് നോക്കാൻ പാടില്ല, അങ്ങനെയുള്ള പാചകം കാര്യം ഭഗവാന് നേദിക്കുന്ന. അപ്പോൾ ഇദ്ദേഹത്തിന് ഹയർ ലെവലിൽ കോണ്ടാക്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ ഈ കൃഷ്ണവാദ്യാർ അദ്ദേഹം ആലപ്പുഴയിലാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഗുരുവിനെക്കുറിച്ച് അറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, എടാ നിൻ്റെ ഗുരു താന്ത്രിക മന്ത്രത്തിലൊക്കെ ഭയങ്കര ഇതാണ്, പക്ഷേ ജ്യോതിഷത്തിൽ തീരുമാനം എടുത്തിരിക്കുന്ന ആൾ ഭയങ്കര അംഗീകാരമുള്ള ആളാണ്. ഈ കാര്യത്തിൽ തീരുമാനം എടുത്ത ആൾ അംഗീകാരമുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ അത് തെറ്റാൻ വഴിയില്ല എന്ന് പറഞ്ഞു. മനസ്സിലായി? പക്ഷേ അത് പിന്നെ ഡിസ്പ്യൂട്ടായി, കേസായി, ഞങ്ങളുടെ സമൂഹത്തിന് ഭയങ്കരമായിട്ട് അലട്ടുന്ന ഒരു പ്രശ്നമായി. ഇപ്പോഴും എൻ്റെ ഒരു വ്യക്തിപരമായ ദുഃഖമാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ കുടുംബ പുരോഹിതനുണ്ട്, തറൂർ ശ്രീ നാരായണ വാദ്യ, അദ്ദേഹം ഇപ്പോൾ ഇല്ല, അദ്ദേഹം ഇതായി. അപ്പോൾ അദ്ദേഹത്തിനോടും പറഞ്ഞപ്പോൾ പറയാണ്, എടാ ഇത് മിക്കവർക്കും അറിയാം, ജ്യോതിഷം ശരിക്ക് കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതറിയാം, പക്ഷേ തിരുവായ്ക്ക് എതിർവായില്ല. ഈ സമയത്ത് ചില കാര്യങ്ങൾ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ജ്യോതിഷത്തിൻ്റെ കുറ്റമല്ല, അങ്ങേക്കും തോന്നിക്കാണും. പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നത് ഏറ്റവും അധികം വരുന്നത് വിവാഹ ജീവിതങ്ങളിലാണ്. അതെ 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 തോന്നിയിട്ടില്ലേ? അതെ അതെ സാർ. അതായത് സാറ് പറഞ്ഞതിൽ കുറേ കാര്യം വളരെ കറക്റ്റാണ്. അതായത് ഇപ്പോൾ ഈ അക്ഷാംശ രേഖാംശവും ബേസ് ചെയ്തിട്ടാണല്ലോ ഈ പറയുന്ന ജാതകം ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടുമിക്ക പഞ്ചാംഗങ്ങളും നമ്മളിപ്പോൾ കേരളത്തിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള സിസ്റ്റമാണ്. കേരളം വിട്ടുപോകുന്ന സമയത്ത് കർണാടക ഹുണ്ടിക്കുപ്പൽ പഞ്ചാംഗം, തമിഴ്നാട് പാമ്പ് പഞ്ചാംഗം, പിന്നെ നമ്മുടെ മംഗലാപുരം ഭാഗത്ത് കൃഷ്ണ പഞ്ചാംഗം. ഈ എല്ലാ പഞ്ചാംഗത്തിൻ്റെയും കാൽക്കുലേഷൻസ് തികച്ചും വ്യത്യസ്തമാണ്. കൂടുതലും ഈ നാസ എന്നുള്ള എഫ്എംആർഐസ് കളക്ട് ചെയ്തൊക്കെയാണ് ആൾക്കാർ പഞ്ചാംഗത്തിൻ്റെ ഒരു സപ്പോർട്ടീവ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഈ പറയുന്ന കല്യാണ സമയങ്ങളിൽ എത്തുന്ന സമയങ്ങളിൽ ചൊവ്വാദോഷമുള്ളവർ, കേരളത്തിനകത്ത് ചൊവ്വാദോഷമുള്ള ജാതകം 10ൽ 5 യോജിക്കപ്പെടുമെങ്കിൽ ബാക്കി 5 റിജക്ഷനാണ്. കേരളം വിട്ടുപോകുന്ന സമയങ്ങളിൽ 10ൽ 9 യോജിക്കും. അപ്പോൾ ഈ പറയുന്ന വ്യത്യസ്തത എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഇപ്പോഴും സംശയമാണ്. ഇത് ജനൂനാണോ അല്ലയോ, അല്ലെങ്കിൽ ജ്യോതിഷനാണോ ജനൂൻ, അല്ലെങ്കിൽ ശാസ്ത്രമാണോ ജനൂൻ? അതൊരു പോയിന്റാണ്. അതെ. ഇതിലൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഇടയ്ക്ക് ബോംബെയിൽ നിന്ന് ഈ അബാക്ക് കണ്ടിട്ടൊരു ഫാമിലി കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവരുടെ കുടുംബത്തിലെ ഒരാളുടെ വിവാഹമാണ്, മലയാളികളാണ്. ഇവർക്കൊരു പരിഹാരം പറഞ്ഞിരുന്നു. ആ പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ അമ്പലത്തിൽ കുടുംബദേവത അമ്പലത്തിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് വന്ന ജാതകമാണ്. അപ്പോൾ അടുത്ത വിഭാഗക്കാർ പറഞ്ഞ്, ഇപ്പോൾ പെൺകുട്ടി ആൺകുട്ടിയാണെന്ന് വെച്ചാൽ, അപ്പോൾ പെൺകുട്ടിയുടെ അവർക്ക് ഇത് യോജിക്കുന്നുണ്ട്.
അപ്പോൾ അവർ കാണിക്കുന്നത് അവിടെ ബേസ് ചെയ്ത് ബോംബെയോ മറ്റേതോ ഇതാണ്, അവിടുത്തെ ബേസ് ചെയ്തിട്ട് അവർ നോക്കിയിട്ട് ഈ ജാതകം ചേർക്കാമെന്ന് പറയും. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും മലയാളി ഇത് ചോദിക്കുമ്പോൾ അത് ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ജാതകം കാര്യം ഇവർ യോജിക്കാനുള്ള യോഗങ്ങൾ കാണുന്നു, പക്ഷേ ഇവർ യോജിച്ച് കഴിയുമ്പോൾ ഇന്ന പ്രശ്നങ്ങളുണ്ടാകും. അതെ അതെ, മനസ്സിലായി? അത് ഇവരെ രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കുക. ഇന്ന കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും. ആ സമയത്ത് നിങ്ങളുടെ ജീവിതം, കാര്യം ആരും സുഖകരമായിട്ട് കുടുംബജീവിതം നയിച്ചിട്ടില്ല. അതെ അതെ, ഒരാളും കുടുംബജീവിതം ഞങ്ങളുടെ 100% എല്ലാം യോജിപ്പാണെന്ന് പറയാൻ പറ്റില്ല. 60, 65, 70 ആയാൽ ഭാഗ്യമെന്നേ പറയാൻ പറ്റുള്ളൂ. ബാക്കി 30% ചട്ടിയും കലവും തട്ടിയും മുട്ടിയും തന്നെ ഇരിക്കും. അപ്പോൾ ഇതവരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ് പെൺകുട്ടിയോടും പറഞ്ഞ് മനസ്സിലാക്കുക, ആൺകുട്ടിയോടും പറഞ്ഞ് മനസ്സിലാക്കുക. അത് വെച്ചിട്ട് അവർ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഈ ജാതകങ്ങൾ ചേർക്കാം. അപ്പോൾ ശരിക്കും ജാതകം നോക്കുമ്പോഴത്തേക്ക് ജാതകം എഴുതുമ്പോൾ ബേസിക്കലി പറയുന്നതാണ് 3, 5, 7 അതെ നക്ഷത്രങ്ങൾ തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ, വിവാഹം, ക്രയവിക്രയം എന്നിവ പാടില്ല എന്ന്. പല വിവാഹങ്ങൾ അത് പയ്യൻ്റെ ഇതിൽ നിന്നും പെണ്ണിൻ്റെ ഇതിൽ നിന്നും നോക്കണം. പക്ഷേ ചില ജ്യോതിഷർ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം എല്ലാവരുടെയും ജാതകത്തിൽ ഇത് എഴുതും. പയ്യൻ്റെ ജാതകത്തിൽ എഴുതും, പെണ്ണിൻ്റെ ജാതകത്തിൽ എഴുതും, ഒരു കുട്ടിയുടെ ജാതകത്തിൽ. അപ്പോൾ പയ്യൻ കല്യാണം കഴിക്കുമ്പോഴും പോകുമ്പോഴും ഈ 3, 5, 7 എന്നുള്ള നക്ഷത്രങ്ങളിലുള്ളവരുമായിട്ട് കല്യാണം കഴിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കാര്യം എന്താ വെച്ചാൽ പല വിധത്തിലുള്ള വ്യത്യാസങ്ങൾ വരാം, അതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുന്ന കുറേ എണ്ണം ഈ 3, 5, 7 പയ്യൻ്റെ അടുത്തു നിന്നുള്ള 3, 5, 7 എന്നുള്ള ഇത് വരുന്നത് ഇവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും ജീവിതത്തിൽ. ഒന്നുകിൽ സന്താനം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. പിന്നെ ഷഷ്ടാഷ്ടകം എന്ന് പറയുന്ന ഒരിതുണ്ട്, 6-ാം കൂറും 8-ാം കൂറും. ഇപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ കന്നിയും വൃശ്ചികവും 8-ാം കൂറ് വരും. പക്ഷേ ഇത് ചില ജ്യോതിഷന്മാർ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് അത് 6-ാം നാളും 8-ാം നാളും എന്ന്. അതെ അതെ, ഷഷ്ടാഷ്ടകം പൂർണ്ണമായിട്ടും കൂട്ടാൻ അറിയാത്തവരാണ് പറയണത്. ചിലർ ഇത് പറയും അങ്ങനെ 6-ാം 8-ാം നാളല്ലല്ലോ ഷഷ്ടാഷ്ടകമാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ വിവാഹിതരാകും. കാര്യം അവർ വിവാഹിതരാകാൻ യോഗമുണ്ട്, വിവാഹിതരാകും. പക്ഷേ പലവിധ പ്രശ്നങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഇവർ പലവിധ പ്രശ്നങ്ങൾ ഇതിലൂടെ മുന്നോട്ട് പോകേണ്ടി വരും. പിന്നെ എന്തൊക്കെ ജാതക ചേർച്ച നോക്കുന്നു എന്ന് പറഞ്ഞാലും ഇത് ആര് തമ്മിൽ യോജിക്കണമെന്ന് നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ആ തീരുമാനിക്കപ്പെട്ടത് വെച്ച് ഇവർ ജീവിക്കണം. ഈ ജീവിച്ച് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ഇവർ മുന്നോട്ട് പോകണം. അതെ, ഈ മുന്നോട്ട് പോയാൽ ഓക്കെ. ചിലരെന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ഉടനെ തന്നെ ഡൈവോഴ്സ് ആയി കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും സൂട്ടബിളായിട്ടുള്ള അലയൻസ് കിട്ടുകയില്ല. പിന്നെ ഏതെങ്കിലും ഏച്ചുകെട്ടുകളാണ്. അങ്ങനത്തെ കുറേ അധികം കാണുന്നുണ്ട്. അപ്പോൾ ജ്യോതിഷം ഇത് ചെയ്യുന്ന അത് ശരിക്ക് ഗുരു പറയും ഏറ്റവും ബുദ്ധിമുട്ട് ജാതകപ്പൊരുത്തം നോക്കാനാണ്. അതെ അതെ, ഒരിക്കലും നമുക്ക് 100% സാറ്റിസ്ഫൈ ആയിട്ട് ഒരു ജാതകപ്പൊരുത്തവും നോക്കാൻ പറ്റുക. അതെ അതെ, എന്തായാലും സന്തോഷം. ഈ പറയുന്ന ജാതക പൊരുത്തങ്ങൾ 100-ൽ 100 ആർക്കും കിട്ടാൻ ചാൻസ് ഇല്ല. കഴിവതും 50 to 60% കിട്ടിയാൽ ബാക്കി ഒരു ദൈവനിയോഗമായി മുന്നോട്ട് പോവുക. നന്ദി, നമസ്കാരം.